പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അതിലെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ടോപ്പിക്സ് ആണ്: ഡൈമെൻഷൻസ് ഓഫ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡൈമെൻഷണൽ ഇക്വേഷൻ, ഡൈമെൻഷണൽ ഫോർമുല, ഡൈമെൻഷണൽ അനാലിസിസ്, uses of dimensional analysis, limitations of dimensional analysis, and principle of homogeneity of dimensions. ഇത്രയും കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ആണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡെറിവേറ്റീവ് ക്വാണ്ടിറ്റീസും. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസിങ് വിച്ച് ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓർ ഡിഫൈൻഡ് എന്നാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റലാണ്, ബേസാണ്, അവ അടിസ്ഥാന അളവുകളാണ്. അവയ്ക്ക് സ്വന്തമായ സ്വത്വമുണ്ട്, നിലനിൽപ്പുണ്ട്. മറ്റൊന്നും കൊണ്ട് ഇവയെ നിർമ്മിക്കാൻ, വിശദീകരിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ക്വാണ്ടിറ്റീസ് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. SI യൂണിറ്റ്സ് അനുസരിച്ച് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇവ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റികളും നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ 7 ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ് എന്നാണ് പറയുക. 7 ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ്, ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന്. അപ്പോൾ നമുക്ക് ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡെറിവേറ്റീവ് ക്വാണ്ടിറ്റീസും ആ ഡൈമെൻഷൻസ് ആണ് ഇവ എന്നുള്ള അർത്ഥമൊക്കെ വെച്ചിട്ട് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡൈമെൻഷൻസ് ഓഫ് എ ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ശരിക്കും അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുകയാണ്. ഫോഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമുക്കിതൊന്ന് റീഡിഫൈൻ ചെയ്യാം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അപ്പോൾ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ളത് ഇവിടത്തേക്ക് നമുക്ക് വെലോസിറ്റി എന്ന് തന്നെ എടുക്കാം. അപ്പോൾ വെലോസിറ്റി divided by time equal to mass into velocity is displacement by time എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം സ്ക്വയർ എന്ന് വരുന്നു, ടൈം സ്ക്വയർ. സോ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ടൈം പവർ -2 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഫോഴ്സ് എന്ന ഡെറിവേറ്റീവ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുന്നു, ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുന്നു, ഡിഫൈൻ ചെയ്തു, റീഡിഫൈൻ ചെയ്തു, ഈ പരുവത്തിലാക്കി എടുത്തു. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ടൈം പവർ -2. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഫോഴ്സ് എന്ന ഡെറിവേറ്റീവ് ക്വാണ്ടിറ്റിയെ മാസ്, ലെങ്ത്, ടൈം എന്നിങ്ങനെ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്, റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്, ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് പറയാം ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് are 1 in mass, 1 in length, and -2 in time. ഒന്നുകൂടെ, ഫോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു, റീഡിഫൈൻ ചെയ്തു. അങ്ങനെ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ടൈം പവർ -2 എന്നാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് are 1 in mass, 1 in length, and -2 in time. 1 in mass, 1 in length, and -2 in time. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. അതായത് ഫോഴ്സ് എന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, ഫോഴ്സ് എന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ്
ഏതൊക്കെയാണോ ആ പവേഴ്സാണ് ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്. ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ആർ 1 in mass, 1 in length, -2 in time എന്ന് പറയാമെങ്കിൽ നമുക്ക് പൊതുവിൽ സാമാന്യവൽക്കരിച്ച് പറയുകയാണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ആ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് ഏതൊക്കെയായി വരണം, ആ പവേഴ്സിനെയാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് when this quantity is represented using them. അല്ലെങ്കിൽ dimensions of a physical quantity, dimensions of a derived physical quantity are the powers to which the fundamental quantities are to be raised in order to represent that quantity. ഇവിടെ ഇപ്പോൾ ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് മാസിൻ്റെ പവർ 1 ആക്കി മാറ്റണം, ലെങ്തിൻ്റെ പവർ 1 ആക്കി മാറ്റണം, ടൈമിൻ്റെ പവർ -2 ആക്കി മാറ്റണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലായി. ഒരു ഡെറിവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പവേഴ്സ് ഏതൊക്കെയൊക്കെ ആയി വരണം, ആ പവേഴ്സിനെയാണ് ഈ ക്വാണ്ടിറ്റി ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ഡൈമെൻഷൻസ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് ആശയത്തെ? ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ആർ 1 in mass, 1 in length, -2 in time. ഇതൊരു ലെങ്തി സെൻറ്റൻസാണ്. ഈ ഐഡിയ ഒരു ലെങ്തി സെൻറ്റൻസായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക. ഫോഴ്സിനെ എഫ് എന്ന സിമ്പൽ കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കുക. അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് എന്ന് സൂചിപ്പിക്കാൻ എഫിനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് എഴുതുക. അപ്പോൾ ഡൈമെൻഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഫോഴ്സിൻ്റെ സിമ്പലായ എഫ് എഴുതുകയാണെങ്കിൽ നമ്മളിത് വായിക്കേണ്ടത് ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് എന്നാണ്. ഈസ് ഈക്വൽ ടു 1 in mass, അത് നമ്മൾ ഇങ്ങനെ എഴുതും, m power -1, m power -1. 1 in massനെ ഇങ്ങനെ എഴുതുന്നു. 1 in ലെങ്തിനെ L power 1 എന്ന് എഴുതുന്നു. -2 in ടൈമിനെ T power -2 എന്ന് എഴുതുന്നു. പവർ 1 ആണെങ്കിൽ നമ്മൾ സാധാരണ എഴുതുകയില്ല. അങ്ങനെയാണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു എം എൽ T power -2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കി, ഡൈമെൻഷൻസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കി. ഇനി ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ കണ്ടു ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ml T power -2 ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാൻ സാധിക്കും? നോക്കൂ, ഫോഴ്സിൻ്റെ ഡൈമെൻഷൻ ml T power -2 ആണ്. m സ്റ്റാൻഡ്സ് ഫോർ മാസ്, l സ്റ്റാൻഡ്സ് ഫോർ ലെങ്ത് ആൻഡ് t സ്റ്റാൻഡ്സ് ഫോർ ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ml T power -2 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ കാര്യം, ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. അത് മാസും ലെങ്തും ടൈമുമാണ്. ഒന്നാമത്തെ പോയിൻ്റ് അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തത്, ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ മാസും ലെങ്തും ടൈമും ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാസിൻ്റെ പവർ 1, ലെങ്തിൻ്റെ പവർ 1, ടൈമിൻ്റെ പവർ -2 ആയിരിക്കണം. ഇങ്ങനെ രണ്ട് ഇൻഫർമേഷൻസാണ് നമുക്ക് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡൈമെൻഷൻസ് ഓഫ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് to which the fundamental quantities are to be raised in order to represent that quantity. ഇനി ചുരുക്കി എഴുതുന്ന രീതി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, അതായത് ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു ml T power -2, അതായത് ഡൈമെൻഷൻസ് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു m power 0 L square T power 0 എന്ന് എഴുതുകയാണെങ്കിൽ, അതായത് ഡൈമെൻഷൻസ് ഓഫ് മൊമെൻറ്റം m L T power -1 എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈമെൻഷണൽ ഇക്വേഷൻ. അപ്പോൾ ഇത്തരം റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? LHS ഈക്വൽ ടു RHS എന്നുള്ള ആ ഡൈമെൻഷണൽ റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ മാത്രമാണ് എഴുതുന്നതെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? m L T power -2 ഇങ്ങനെ മാത്രം എഴുതുകയാണെങ്കിൽ അത് ഡൈമെൻഷണൽ ഫോർമുല എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഡൈമെൻഷണൽ ഇക്വേഷൻ, ഡൈമെൻഷണൽ ഫോർമുല, അത് രണ്ടും വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി ഡൈമെൻഷണൽ അനാലിസിസ് എന്നാൽ എന്താ ഡൈമെൻഷണൽ അനാലിസിസ്? അടുത്ത് നോക്കുക, ഡൈമെൻഷൻ അനാലിസിസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുൻപ് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡൈമെൻഷൻസ് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഏരിയയുടെ ഡൈമെൻഷൻസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ കണ്ടെത്താൻ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ഏരിയ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ എഴുതുക. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇനി ഇതിനെ സിമ്പിളിലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ A = LB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ A = LB ആണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് ഏരിയ = ഡൈമെൻഷൻസ് ഓഫ് ലെങ്ത്. നമ്മൾ പറഞ്ഞു ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവർ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ലെങ്ത് എന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ കണ്ടെത്തേണ്ട ആവശ്യമില്ല, ലെങ്ത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ലെങ്ത്, ബ്രെഡ്ത്തും ഒരു ലെങ്ത് തന്നെയാണ്. അപ്പോൾ ലെങ്തിനെ സൂചിപ്പിക്കാൻ L മതിയാവും. അപ്പോൾ ഒന്നുകൂടെ ഏരിയ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുന്നു, ഡെറിവേറ്റീവ് ക്വാണ്ടിറ്റി. ഏരിയയുടെ ഡൈമെൻഷൻസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ = ലെങ്തിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം. അതിൻ്റെ ഒരു ഫോമുല എഴുതുക. സിമ്പിൾ എഴുതുക A = LB. അങ്ങനെയാണെങ്കിൽ A = LB ആണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് ഏരിയ = ഡൈമെൻഷൻസ് ഓഫ് L, ഇത് ക്യാപിറ്റൽ അല്ല, ഡൈമെൻഷൻസ് ഓഫ് B അതും ക്യാപിറ്റൽ അല്ല, കാരണം രണ്ടും ലെങ്ത് ആണ്. അപ്പോൾ L × L എന്താണ്? L². അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് ഏരിയ എന്നുള്ളത് L² ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m⁴ L² T⁴ എന്നെഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? ഏരിയ എന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഒരേ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ, അത് ലെങ്താണ്. അങ്ങനെ സൂചിപ്പിക്കാൻ ലെങ്തിൻ്റെ പവർ 2 ആക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡ് പവറിലുള്ള ലെങ്ത് എടുത്താൽ അത് തീർച്ചയായിട്ടും ഏരിയ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ഇതുപോലെ അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോള്യൂം കണ്ടെത്താനുള്ള ഇക്വേഷൻ. സെക്കൻഡ് ക്വാണ്ടിറ്റി വോള്യൂം കണ്ടെത്താനുള്ള ഇക്വേഷൻ. വോള്യൂം = ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. സിമ്പിൾ എഴുതുമ്പോൾ V = LBH എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് വോള്യൂം = ഡൈമെൻഷൻസ് ഓഫ് ലെങ്ത് L, ഡൈമെൻഷൻസ് ഓഫ് വിഡ്ത്ത് L, ഡൈമെൻഷൻസ് ഓഫ് ഹൈറ്റ് എല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് അതാത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ L അപ്പോൾ L3. അപ്പോൾ എന്ത് പറയാം? ഡൈമെൻഷൻസ് ഓഫ് വോള്യൂം L3 എന്നതിൽ നിന്ന് വോള്യൂം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ ലെങ്ത് എന്ന ഒറ്റ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആവശ്യമേ ഉള്ളൂ. അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ ലെങ്തിൻ്റെ പവർ 3 ആയിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് നോക്കാം. അത് ഡെൻസിറ്റി അഥവാ സാന്ദ്രതയാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോള്യൂം എന്നാണ്. മാസ് ബൈ വോള്യൂം സിമ്പിൾ എഴുതുകയാണെങ്കിൽ ഡെൻസിറ്റി d = മാസ് ബൈ വോള്യൂം. ഞങ്ങളുടെ ചെറിയ അക്ഷരം M ഉപയോഗിച്ച് ചെറിയ അക്ഷരം V ഉപയോഗിക്കുന്നതിരിക്കട്ടെ. അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി = ഡൈമെൻഷൻസ് ഓഫ് മാസ് ഇസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. സോ അതിൻ്റെ ഡൈമെൻഷൻ M എന്ന് എഴുതിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മാസ് എന്ന ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ മാസ് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാത്രം മതിയാവും. M/ വോള്യത്തെ സൂചിപ്പിക്കാൻ L³ നമ്മൾ പറഞ്ഞു. അപ്പോൾ M⁴ ഇതാണ് ഡൈമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി M⁴ അതിൻ്റെ അർത്ഥം എന്താ? ഡെൻസിറ്റി എന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അവ മാസും ലെങ്തുമാണ്. അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ മാസിൻ്റെ പവർ 1 ലെങ്തിൻ്റെ പവർ -3 ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി വേറെ ഒന്നുകൂടെ നോക്കാം. സ്പീഡ്. സ്പീഡിൻ്റെ ഇക്വേഷൻ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ദൂരം ഭാഗം സമയം എന്നുള്ളതാണ് സ്പീഡിൻ്റെ ഡിഫൈനിങ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സിമ്പിളിൽ v = smallest/t എന്ന് എഴുതാം. അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് സ്പീഡ് = ഡൈമെൻഷൻസ് ഓഫ് ഡിസ്റ്റൻസ് ലെങ്ത് ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഡൈമെൻഷൻസ് L, ടൈമിൻ്റെ ഡൈമെൻഷൻ അത് ഫണ്ടമെൻ്റൽ ആയതുകൊണ്ട് T. അപ്പോൾ അങ്ങനെയാണെങ്കിൽ L⁻⁻1 എന്ന് കിട്ടും. ഇതുപോലത്തെ വേറൊരു ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി, പ്രവേഗം എന്ന് പറയുന്നത്. വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന അപ്പോൾ
വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി എന്ന് തന്നെയാണ് നമ്മൾ വെലോസിറ്റിയെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും ടൈമിനെയൊക്കെ സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഡൈമെൻഷൻസ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈമെൻഷൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ലെങ്ത്, സോ എൽ ഡിവൈഡഡ് ബൈ ടൈമിന് ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ എൽ ടി പവർ -1 എന്ന് തന്നെയാണ് വെലോസിറ്റി ഡൈമെൻഷൻസ് വരിക. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ കണ്ടു, ഒരേ ഡൈമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. സ്പീഡും വെലോസിറ്റി എക്സാമ്പിളാണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എക്സാമ്പിളാണ്. ഇനി ഒരെണ്ണം കൂടെ പറയുന്നു, ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡൈമെൻഷൻസ് നമ്മൾ നോക്കിയതാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഡിഫൈൻ ആ ഇക്വേഷൻ നമ്മൾ സിമ്പിളിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് ചുരുക്കി എഴുതാം. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ. അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡൈമെൻഷൻസ് ഓഫ് മാസ് ഡൈമെൻഷൻസ് ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡൈമെൻഷൻ എൽ ടി പവർ -2 എന്നാണ്. എൽ ടി പവർ -2 അതെങ്ങനെ കിട്ടുന്നു? ആക്സിലറേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു change in velocity divided by time. Acceleration is equal to change in velocity. തൽക്കാലത്തേക്ക് നമുക്ക് വെലോസിറ്റി എന്ന് തന്നെ കരുതാം. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ളത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്നാണ്. ഒരു വെലോസിറ്റി നിന്ന് വേറൊരു വെലോസിറ്റി കുറയ്ക്കുമ്പോൾ വെലോസിറ്റി കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് വെലോസിറ്റി എന്ന് എഴുതാം ഫോർ ദ ടൈം ബീയിങ് ബൈ ടൈം. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൾ ടു വെലോസിറ്റി ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എ ഈസ് ഈക്വൾ ടു വെലോസിറ്റി ബൈ ടൈം സിമ്പിൾ എഴുതി. അപ്പോൾ ഡൈമെൻഷൻസ് ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൾ ടു ഡൈമെൻഷൻസ് ഓഫ് വെലോസിറ്റി എൽ ടി പവർ -1 ബൈ ടി. സോ എൽ ടി പവർ -2. അപ്പോൾ ആക്സിലറേഷൻ ഡൈമെൻഷൻസ് എൽ ടി പവർ -2 എന്നാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡൈമെൻഷൻസ് കിട്ടി. അപ്പോൾ ഫോഴ്സിന് ഡൈമെൻഷൻസ് ആയി. അപ്പോൾ ഇത് ഡൈമെൻഷൻസ് കണ്ടെത്താനുള്ള രീതി ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. എങ്ങനെ നമ്മൾ ഡൈമെൻഷൻസ് കണ്ടെത്തും? എങ്ങനെയാണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഫൈനിങ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡൈമെൻഷൻസ് കണ്ടെത്താം. അതിനൊരു സീക്വൻഷ്യൽ ഓർഡർ ഞാൻ കൊടുത്തതാണ്. ഇക്വേഷൻ എഴുതുക, സിമ്പിൾ എഴുതുക, ഡൈമെൻഷൻസ് കണ്ടെത്തുക, സിംപ്ലിഫൈ ചെയ്ത് കറക്റ്റ് ഡൈമെൻഷനിലോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ഡൈമെൻഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻ നമുക്ക് ലോജിക്കലി അനലൈസ് ചെയ്യാം, മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാം, ക്ലിനിക്കലി അനലൈസ് ചെയ്യാം, ഇങ്ങനെ ഡൈമെൻഷനലി അനലൈസ് ചെയ്യാം. ലോജിക്കൽ അനാലിസിസ്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് ചില ചോദ്യങ്ങൾ നമ്മുടെ യുക്തി കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്ത് ആൻസറിലോട്ട് വരാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എ ബിയുടെ അച്ഛനാണ്, പക്ഷേ ബി എയുടെ മകനല്ല, പിന്നെ ആരാണ്? നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാകാം മകനല്ലെങ്കിൽ പിന്നെ മകളായിരിക്കും. അവിടെ നമ്മൾ ഉപയോഗിച്ചത് മാത്തമാറ്റിക്സ് അല്ല, ക്ലിനിക്കൽ പ്രോസസ്സുകളൊന്നും അല്ല, ഡൈമെൻഷൻ അനാലിസിസ് അല്ല, അത് യുക്തിയാണ്. യുക്തിപൂർവ്വം നമ്മൾ ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്തു അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അതുപോലെ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു മാർഗമാണ് ഡൈമെൻഷണൽ അനാലിസിസ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഡൈമെൻഷണൽ അനാലിസിസ് ഈസ് അനാലിസിസ് ഓഫ് എ ഫിസിക്കൽ സിറ്റുവേഷൻ യൂസിങ് dimensions of physical quantities which involve in that situation. ഒരു സിറ്റുവേഷനിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡൈമെൻഷൻസ് പരിഗണിച്ചുകൊണ്ട് അവ ഉപയോഗിച്ചുകൊണ്ട് ആ സിറ്റുവേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നുവെങ്കിൽ, ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നുവെങ്കിൽ ആ അനാലിസിസ് ആണ് ഡൈമെൻഷൻ. അപ്പോൾ അനാലിസിസ് ഓഫ് എ സിറ്റുവേഷൻ യൂസിങ് ഡൈമെൻഷൻസ് of physical quantities which involves at that scenario is known as dimensional analysis. അപ്പോൾ അനാലിസിസ് ഓഫ് എ സിറ്റുവേഷൻ യൂസിങ് ഡൈമെൻഷൻസ്, അതാണ് ഡൈമെൻഷൻ അനാലിസിസ്. ഇതിന് ഈ ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഡൈമെൻഷൻ അനാലിസിസ് എന്ന പ്രോസസ്സിൻ്റെ ഒരു ഐഡിയയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉപയോഗം, ഒരു ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. T is equal to 2π into square root of L by G. ഇത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിനുള്ള അല്ലെ പീരീഡ് ഓഫ് ഓസിലേഷനുള്ള ഇക്വേഷനാണ്. എൽ ലെങ്ത് ഉള്ള ഒരു പെൻഡുലം ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഓസിലേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം T is equal to 2π into root of L by G എന്നാണ്. പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണത്. മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇവ തമ്മിലുള്ള ശരിയായ റിലേഷനാണ് ഇത്. ഇത്തരം റിലേഷൻസ് രൂപീകരിച്ചെടുക്കാൻ നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. അപ്പോൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ
അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ രൂപീകരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഉപയോഗം, ഇപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതുന്നു വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ കറക്റ്റാണ് എന്ന് നമുക്കറിയാം, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപയോഗിച്ച് ചെറിയ ചെറിയ കണക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ കറക്റ്റാണ്. ഇങ്ങനെയുള്ള ഇക്വേഷൻസിൻ്റെ ഡൈമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ എന്നോട് ഞാൻ പറയുന്നു, ഒരു ഇക്വേഷൻ്റെ ഇത്തരം ഇക്വേഷൻസിൻ്റെ ഡൈമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്, ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ, നമുക്ക് പിന്നീട് നോക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ ഡൈമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടെ നോക്കൂ, ഈ ഇക്വേഷനിൽ വി ഫൈനൽ വെലോസിറ്റിയാണ്, യു ഇനിഷ്യൽ വെലോസിറ്റിയാണ്, എ ടി എന്നുള്ളത് ആക്സിലറേഷൻ ടി ടൈമാണ്. വെലോസിറ്റി അപ്പോൾ ഡൈമെൻഷൻസ് എൽ ടി പവർ മൈനസ് 1, യു വെലോസിറ്റി എൽ ടി പവർ മൈനസ് 1 ഡൈമെൻഷൻസ്, എ ടി ആക്സിലറേഷൻ എൽ ടി പവർ മൈനസ് 2 ടൈമിന് ടി, അപ്പോൾ എൽ ടി പവർ മൈനസ് 1 തന്നെ. അപ്പോൾ നോക്കൂ, ഒരു ഇക്വേഷനിലെ 3 ടേംസ് ഉണ്ട്, ആ 3 ടേംസിനും ഒരേ ഡൈമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡൈമെൻഷനലി കറക്റ്റാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡൈമെൻഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ യൂസിങ് ഡൈമെൻഷൻ അനാലിസിസ് വി ക്യാൻ ചെക്ക് ദ ഡൈമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അങ്ങനെ ഡൈമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നേട്ടം? ഡൈമെൻഷണലി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു ഇക്വേഷൻ ആക്ച്വലി കറക്റ്റ് ആകാൻ സാധ്യതയുള്ളൂ. ഡൈമെൻഷനലി ഇൻകറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ ഒരിക്കലും കറക്റ്റ് ആവുകയില്ല. അത് തെറ്റ് തന്നെ നമുക്ക് തള്ളിക്കളയാം, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് അതിൻ്റെ തെറ്റ് തിരുത്തേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡൈമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം SI യൂണിറ്റ്സിൽ ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, CGSൽ അത് സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 5 മീറ്റർ എന്നുള്ളത് 500 സെൻറ്റിമീറ്ററാണ് നമുക്കറിയാം. ഇത് നമുക്ക് അറിയാം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിട്ട് മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും എന്നുള്ള പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കൺവേർഷൻസ്, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നിന്ന് മറ്റൊന്നിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, മാറ്റിയെടുക്കാൻ നമുക്ക് ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട യൂസസ് ആരുടെ ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ. അപ്പോൾ യൂസസ് ഒന്നുകൂടെ പറയുന്നു, ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തത് ടു ചെക്ക് ദ ഡൈമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. മൂന്നാമത്തത് ടു കൺവേർട്ട് എ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ. അപ്പോൾ ദീസ് ആർ ദ മെയിൻ യൂസസ് ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ്. ഇനി നമുക്ക് ഡൈമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് അഥവാ പരിമിതികളിലോട്ട് ചെല്ലാം. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ്, പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഞാൻ ആദ്യം എഴുതിയൊരു ഇക്വേഷൻ ഉണ്ട്, T is equal to 2π into square root of L/G എന്ന്. ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച്. വാസ്തവത്തിൽ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ടൈം is equal to a constant, T is equal to a constant K into L/G. മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിലേഷൻസ് രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ആ റിലേഷനിൽ ഇതുപോലത്തെ ഫിസിക്കൽ കോൺസ്റ്റൻസ് വരികയാണെങ്കിൽ, ഡൈമെൻഷൻലെസ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് വരികയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുകയുള്ളൂ. ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ഇൻറ്റു ഈ ടേംസ് ഒക്കെ വരുന്നുണ്ട്, ലൈഫ് ഫാക്ടർ വരുന്നുണ്ടെന്ന് കിട്ടും. അപ്പോൾ ഈ കോൺസ്റ്റൻസിൻ്റെ വില എത്രയാണ് എന്ന് കൃത്യമായി ഡൈമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ റിലേഷൻ കിട്ടും. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് വില മറ്റേതെങ്കിലും മാർഗം കൊണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലിമിറ്റേഷൻ എന്താണ്? നമ്മൾ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുമ്പോൾ ആ ഇക്വേഷനകത്ത് ചില കോൺസ്റ്റൻസ് വരുന്നുവെങ്കിൽ, ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻസ് വരുന്നുവെങ്കിൽ ആ കോൺസ്റ്റൻസിൻ്റെ വില ഈ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധ്യമല്ല. രണ്ടാമത്തെ, ഇപ്പോൾ ഫിസിക്സിനകത്ത് അല്ലെ സയൻസിൽ ചില ഇക്വേഷൻസ് ഇങ്ങനെയുണ്ട്. ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു മോഷനുണ്ട്. ആ മോഷൻ y is equal to a sin omega t plus phi എന്ന് മാത്തമാറ്റിക്കലി ഗണിത രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, ഈ ഇക്വേഷനകത്ത് സൈൻ, അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇതുപോലെ ലോഗരിതമിക് ഫംഗ്ഷൻസ് വരുന്ന ഇക്വേഷൻസ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വരുന്ന ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ n = n0 e power minus lambda t എന്ന ഇക്വേഷൻ കൊണ്ടാണ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനെ സൂചിപ്പിക്കുന്നത് ബേസിക്കലി. അപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക.
N0 ആക്റ്റീവ് ന്യൂക്ലിയസുകളുള്ള ഒരു സാമ്പിൾ ടി സമയം കഴിയുമ്പോൾ എത്ര ആക്റ്റീവ് ന്യൂക്ലിയസുകൾ മിച്ചം വെക്കും, അതാണ് n ഈക്വൽ ടു N0 e പവർ മൈനസ് ലാംഡ ഡി, ഇത് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് രൂപീകരിക്കാൻ ഡൈമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കഴിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ലിമിറ്റേഷനായി. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതുന്നു എഫ് ഈസ് ഈക്വൽ ടു എം എ. ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് പറയാം ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്, അല്ലെങ്കിൽ ഫോഴ്സ് എന്നത് മാസിനെയും ആക്സിലറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ട് ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി വേറൊരു ഇക്വേഷൻ എഴുതുന്നു എഫ് ഈസ് ഈക്വൽ ടു 6π eta RV. വിസ്കസ് ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷനാണിത്. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഫോഴ്സ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, റേഡിയസ് ഓഫ് സ്ഫെറിക്കൽ ബോഡി, സ്പീഡ് ഓഫ് ദി ബോഡി, ഈ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ചില ഇക്വേഷൻസ് ഉണ്ട്. ടെർമിനൽ വെലോസിറ്റി ഓഫ് എ ബോഡി when it falls freely in a fluid 2/9 r² eta rho minus sigma into g. ഇങ്ങനെ ഇക്വേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം ഇക്വേഷൻസ് നോക്കിയാൽ 1, 2, 3, 4, 5 ഈ 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3-ലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3-ലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ ഡൈമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ആ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡെറൈവ് ദ ഇക്വേഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ 3 അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ മൂന്നാമത്തെ ലിമിറ്റേഷൻ ഇതാണ്. ഇനി ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ഡൈമെൻഷണൽ അനാലിസിസ് അല്ലെ ഡൈമെൻഷൻസ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ഡൈമെൻഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ ഞാനിവിടെ നോക്കി v is equal to u plus at എന്നുള്ള ഇക്വേഷൻ, ഇവിടെ എല്ലാ ടൈമിനും L(T⁻⁻1) എന്ന ഡൈമെൻഷൻസ് ആണുള്ളത്. വെലോസിറ്റി ആക്സിലറേഷൻ ടു ടൈം വെലോസിറ്റി ആണ്. എന്നാൽ ഈ ഇക്വേഷൻ v is equal to u plus 3at എന്നെടുത്താലും ഡൈമെൻഷണലി കറക്റ്റ് ആണ് എന്നേ കിട്ടുകയുള്ളൂ. കാരണം v വെലോസിറ്റി L(T⁻⁻1) ഡൈമെൻഷൻസ്, u L(T⁻⁻1), 3 ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്പർ, അതിന് ഡൈമെൻഷൻ ഇല്ല. കാരണം 3 എന്ന നമ്പറിനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ AT അതിന് ഡൈമെൻഷൻ L(T⁻⁻), അപ്പോൾ 3 ഡൈമെൻഷൻസ് എന്ത് തന്നെയാണ് L(T⁻⁻1). പക്ഷേ ഇക്വേഷൻ ഡൈമെൻഷനലി കറക്റ്റ് ആകുമ്പോഴും ഈ ഇക്വേഷൻ ആക്ച്വലി കറക്റ്റ് ആണോ അല്ല. അപ്പോൾ ഒരു ഇക്വേഷൻ ആക്ച്വലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതാണ് നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഏതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഏതൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ എക്സാക്ട് വാല്യൂ ഓഫ് ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻസ് വിച്ച് കംസ് ഇൻ ദ ഫിസിക്കൽ റിലേഷൻസ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ് relations which involves trigonometric functions, logarithmic functions or exponential functions. മൂന്നാമത്തത്, if a physical quantity depends upon more than 3 other physical quantities, then it is impossible to derive an equation for that physical quantity using dimensional analysis. അടുത്തതോ, it is impossible to check the actual correctness of an equation. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ നോക്കിയ കാര്യങ്ങൾ, ഒന്ന് ഡൈമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡൈമെൻഷണൽ ഇക്വേഷൻ, ഡൈമെൻഷണൽ ഫോർമുല, ഡൈമെൻഷണൽ അനാലിസിസ്, അതിൻ്റെ യൂസസ്, പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കി. ഇനി ഒരു പ്രിൻസിപ്പിൾ കൂടെ ബാക്കിയുണ്ട്. ഈ പ്രിൻസിപ്പിൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്, അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പാർട്ട് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സംശയ ദൂരീകരണത്തിനായിട്ട് ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം. ശരി.